ആട് 3ക്ക് ശേഷം ജയസൂര്യയുടെ കരിയറിലെ അടുത്ത 100 കോടി അടിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ചിത്രമാണ് ഓപ്പറേഷൻ ട്രയൽ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം. ചിത്രത്തിന്റെ ഷൂട്ട് പരിപാടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഏകദേശം 5 ഭാഷകളിലായിരിക്കും ചിത്രം പാൻ ഇന്ത്യ റിലീസായി തിയേറ്ററിലേക്ക് റിലീസിനെത്തുക എന്നും കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിൽ അടുത്തൊരു മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സീക്വലാണ് ദൃശ്യം 3. ദൃശ്യം 3യുടെ ഇപ്പോൾ വേൾഡ് വൈഡ് പ്രീ സെയിൽ കളക്ഷൻ ഏകദേശം 13-12 കോടി രൂപ റേഞ്ചിലൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം ഉടനെ തന്നെ 15 കോടി രൂപ വേൾഡ് വൈഡ് പ്രീ സെയിൽ ക്രോസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ കമന്റ്സ് അപ്ഡേറ്റിലോട്ട് തന്നെ വരാം. കമന്റ് വഴി ആദ്യം ചോദിച്ചിട്ടുള്ളത് ആട് 4നെ പറ്റിയാണ്. ആട് 4ന്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ തുടങ്ങാൻ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത വർഷം ഒരു ബിഗിനിങ് തൊട്ടൊക്കെ ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്തതായി കമന്റ് വഴി ചോദിച്ചിട്ടുള്ളത് RC60 അതായത് രാംചന്ദ്ര പെഡ്ഡി എന്ന ചിത്രത്തെ പറ്റിയാണ്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ നാളെയാണ് പുറത്തിറങ്ങാനിരിക്കുന്നത്. ട്രെയിലറിന്റെ ഡ്യൂറേഷനും പുറത്തിറങ്ങിയിട്ടുണ്ട്. 3 മിനിറ്റും 4 സെക്കൻഡുമാണ് ചിത്രത്തിന്റെ ട്രെയിലർ ഡ്യൂറേഷനായി വരുന്നത്. അടുത്തായി കമന്റ് വഴി ചോദിച്ചിട്ടുള്ളത് DQന്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് ഏതാണ്. അപ്ഡേറ്റുകളൊക്കെ പ്രകാരം ആവേശം, രോമാഞ്ചം പോലുള്ള സിനിമകളുടെയൊക്കെ ഡയറക്ടറുള്ള ജിത്തു മാധവുമായിട്ട് DQന്റെ അടുത്തൊരു പ്രൊജക്ട് വരാൻ പോകുന്നുണ്ടെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അടുത്ത കമന്റ് വഴി ചോദിച്ചിട്ടുള്ളത് പാട്രിയോട്ട് ചിത്രത്തിന്റെ കളക്ഷനെ പറ്റിയാണ്. ചിത്രം ഇപ്പോൾ വേൾഡ് വൈഡ് ഏകദേശം ഒരു 75 അല്ലെങ്കിൽ 70 കോടി റേഞ്ചിലൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. 125 കോടി രൂപ ബഡ്ജറ്റിൽ ചിത്രം പുറത്തിറങ്ങിയോണ്ടൊക്കെ തന്നെ ചിത്രം തിയേറ്ററിൽ വലിയൊരു പരാജയമായി മാറിയിരിക്കുകയാണ്. അടുത്ത കമന്റ് വഴി ചോദിച്ചിട്ടുള്ളത് സൂര്യ 48 എന്ന ചിത്രം ഏത് വരുമെന്നാണ്. ഇപ്പോൾ കറന്റ് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം അതൊരു നവാസ് ഹിദായത്ത് പ്രൊജക്റ്റ് ആയിട്ടാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. പുള്ളിയാണ് RDX സിനിമയൊക്കെ ഡയറക്ട് ചെയ്തൊരുക്കിയിട്ടുള്ളത്. അടുത്തായി ചോദിച്ചിട്ടുള്ളത് കിങ് എന്ന ഷാരൂഖ് ഖാൻ ചിത്രത്തെ പറ്റിയാണ്. ചിത്രത്തിന്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഇപ്പോൾ നടന്നു പോവുകയാണ്. അടുത്തായി ചോദിച്ചിട്ടുള്ളത് ബബ്ബ 2നെ പറ്റിയാണ്. ഇപ്പോൾ കറന്റ് ഒരു ധനഞ്ജയ് ശങ്കർ, ദിലീപേട്ടൻ പ്രൊജക്ട് വരുമെന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ ഉണ്ട്. ബട്ട് അത് മിക്കവാറും ഒരു ബബ്ബ 2 ആനുള്ള ചാൻസ് കാണുന്നില്ല. പടം വലിയൊരു പരാജയമായതോടുകൂടി തന്നെ ഇനി സീക്വൽ വരാനുള്ള ചാൻസേ കാണുന്നില്ല. അടുത്തായി കമന്റ് വഴി കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു പടമായിരുന്നു ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തെ പറ്റി. ഈ ഒരു ചിത്രത്തെ പറ്റി ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരാത്തതുകൊണ്ടാണ് ഞാൻ പറയാറുന്നത്. എങ്കിലും ഈ ഒരു ചിത്രത്തെ പറ്റി ഒരു കറന്റ് സ്റ്റാറ്റസ് ഞാൻ ഇപ്പോൾ പറയാം. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഇപ്പോൾ നടന്നു പോവുകയാണ്. ഈ ഒരു ചിത്രം വരുന്ന ഡിസംബർ മാസം ക്രിസ്മസ് റിലീസാണ് പ്ലാൻ ചെയ്യുന്നതും. ഈ ഒരു ചിത്രത്തിന്റെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വർക്കും പരിപാടികളൊക്കെ തന്നെ തീർത്തും പോകുന്നുണ്ട്. പിന്നെ അടുത്തത് ചോദിച്ചുള്ളത് മമ്മൂക്കയുടെ അപ്കമിങ് മൂവീസിനെ പറ്റി ഒരു അപ്ഡേറ്റ് ആണ്. നിധി സഹദേവനുമായിട്ടൊരു പ്രൊജക്ട് വരുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. പിന്നെ ഖാലിദ് റഹ്മാന്റെ കൂടെ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞൊരു ചിത്രം ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ കറന്റ് അനൗൺസ് ചെയ്തിട്ടുള്ള മമ്മൂക്കയുടെ അപ്കമിങ് പ്രൊജക്ട്. അടുത്തായി കമന്റ് വഴി ചോദിച്ചിട്ടുള്ളത് ബേസിന്റെ നെക്സ്റ്റ് മൂവി ഏതെന്നാണ്. വേല എന്ന ചിത്രമാണ് ഇപ്പോൾ കറന്റ് പുള്ളിയുടെ അനൗൺസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പുള്ളി ഭാഗമായി വരുന്ന ഒരു ചിത്രമായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ബട്ട് പുള്ളി ലീഡ് റോളിൽ വരുന്നൊരു ചിത്രം ഇതുവരായിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. ശിവകാർത്തികന്റെ ലീഡിൽ പുള്ളിയുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു കിടില എന്റർടൈനറാണ് സിയോൺ എന്ന ചിത്രം. ചിത്രത്തിന്റെ ഷൂട്ട് ഈ വരുന്ന മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഒരു സോങ് ഷൂട്ടോടുകൂടി തന്നെയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. KGF, സലാർ പോലുള്ള സിനിമകളിലൊക്കെ ഡയറക്ടറുള്ള പ്രശാന്തിനെ ഏറ്റവും പുതിയ ഇന്ത്യന് വേണ്ടി ഒരുക്കുന്ന ചിത്രമാണ് NTR 31 എന്ന ചിത്രം. ചിത്രത്തിന്റെ ട്രെയിലർ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. നാളെ കഴിഞ്ഞാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങാനിരിക്കുന്നത്. 4 മിനിറ്റ് 35 സെക്കൻഡുമാണ് ചിത്രത്തിന്റെ ട്രെയിലറിന് ഡ്യൂറേഷനായി വരുന്നത്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, എന്നാത്താൻ കേസുകൂട്ട് പോലുള്ള സിനിമകളൊക്കെ ഡയറക്ടറിന്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തിയേറ്റർ റിലീസിനെത്തി പരാജയപ്പെട്ടു പോയിട്ടുള്ള ചിത്രമായിരുന്നു ഹൃദയഹാരിയായ ഒരു പ്രണയകഥ എന്ന ചിത്രം. നാളെ കഴിഞ്ഞ് ചിത്രത്തിന്റെ OTT റിലീസ് സൈന പ്ലേ വഴി ഉണ്ടായിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ജനനായകൻ, ടോക്സിക് പോലുള്ള സിനിമകളുടെയൊക്കെ നിർമ്മാതാവായിട്ടുള്ള KVM പ്രൊഡക്ഷൻസ് ഏറ്റവും പുതിയതായി സൂര്യനെ ലീഡിലാക്കി ഒരു പ്രൊജക്ട് വരാൻ പോകുന്നുണ്ടെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച ചിത്രത്തിന് ശേഷം ലാലേട്ടൻ തന്മൂർത്തി കോമ്പോയിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അതിമനോഹരം എന്ന ചിത്രം. ചിത്രത്തിന് ഏകദേശം ഒരു 70% ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ലാലേട്ടൻ തന്നെ ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികൾക്ക് ശേഷം കറുപ്പ് എന്ന സൂര്യ ചിത്രം തിയേറ്റർ റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം റിലീസായ അന്ന് ഞാൻ ഇട്ട വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം അന്ന് മാനാടിനുണ്ടായ അതേ സിറ്റുവേഷനിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. മാനാടിനുണ്ടായ അതേ ഒരു റെസ്പോൺസ് ഈ ഒരു ചിത്രത്തിന് ഉണ്ടാകുകയാണെങ്കിലും അടിക്കുന്ന അടിയിൽ ബോക്സ് ഓഫീസ് കത്തിക്കുമെന്ന് അതേപടി തന്നെ നടന്നിരിക്കുകയാണ്. മാനാടിനുണ്ടായ അതേ സിറ്റുവേഷൻ ഈ ഒരു ചിത്രത്തിനുണ്ടെങ്കിലും അതേ റെസ്പോൺസ് ഈ ഒരു ചിത്രത്തിനും കിട്ടിയിട്ടുണ്ട്. കറുപ്പ് എന്ന ചിത്രത്തിന് കിടില റെസ്പോൺസ് കിട്ടി. സൂര്യയ്ക്ക് ഒരു പെർഫെക്റ്റ് കംബാക്ക് അടിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കമന്റ് വഴി ഒരാൾ ഈ ഒരു ചിത്രത്തിന്റെ കളക്ഷനെ പറ്റിയൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ കളക്ഷൻ ആയാലും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം 12 കോടി രൂപയാണ്. തെലുങ്കിൽ നിന്ന് 3 കോടി രൂപയും കർണാടകയിൽ നിന്ന് 2 കോടി രൂപയും കേരളത്തിൽ നിന്ന് 1,85,00,000 രൂപ, ഓവർസീയിൽ നിന്ന് 11 കോടി രൂപയും, അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ആയി ഓപ്പണിംഗ് കളക്ഷനായി 31 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. സൂര്യയുടെ കരിയറിലെ തന്നെ 3rd ബെസ്റ്റ് ഓപ്പണിംഗ് ഒക്കെ ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു പെർഫെക്റ്റ് ഓപ്പണിംഗ് കൂടി ഈ ഒരു ചിത്രത്തിന് ഒരു May 14 കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ 2ാം സ്ഥാനമൊക്കെ കിട്ടിയാനെ. കാരണം 2ാം സ്ഥാനത്ത് റെട്രോ എന്ന ചിത്രമാണ്. ജസ്റ്റ് 32 കോടി രൂപ. ഇപ്പോൾ കറുപ്പിന് 31 കോടി രൂപ, 1 കോടി രൂപ വ്യത്യാസം എന്നുള്ളൂ. ഒരു പ്രോപ്പർ റിലീസിന് 2ാം സ്ഥാനമൊക്കെ കിട്ടിയാനെ. 1ാം സ്ഥാനത്ത് സൂര്യയുടെ തന്നെ കങ്കുവ എന്ന ചിത്രം തന്നെയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ബുക്ക് മൈ ഷോയിലും ചിത്രം റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റഴിച്ച ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഇപ്പോൾ 3ാം സ്ഥാനത്ത് കറുപ്പാണ്. 1ാം സ്ഥാനത്ത് ലിയോ എന്ന ചിത്രമാണ് 7,56,000 ടിക്കറ്റ്. 2ാം സ്ഥാനത്ത് രജനീകാന്തിന്റെ കൂലി എന്ന ചിത്രമാണ് 7,10,000 ടിക്കറ്റ്. ഇപ്പം 3ാം സ്ഥാനത്ത് കറുപ്പ് എന്ന ചിത്രത്തെ എത്താൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 7 ലക്ഷത്തോളം ടിക്കറ്റ്. വലിയ ഹൈപ്പ് ഇല്ലാഞ്ഞിട്ട് പോലും നല്ല രീതിയിലുള്ള റെസ്പോൺസ് കൊണ്ടൊക്കെ തന്നെ ഈ ലെവൽ കളക്ഷനൊക്കെ ചിത്രത്തിന് അടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന് ഡേ
ബൈ ഡേ കളക്ഷൻ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രം ഉടനെ തന്നെ ഒരു 75 കോടി രൂപ റേഞ്ചിലൊക്കെ കളക്ട് ചെയ്യുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. ഏകദേശം 2-3 ദിവസത്തെ കളക്ഷൻ കൊണ്ട് തന്നെ പൃഥ്വിരാജിന് ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ഒരു പ്രസന്റ് ചെയ്യാനിരുന്ന ഒരു കിഡിലെ ഒരു ചിത്രമായിരുന്നു സന്തോഷ് ട്രോഫി എന്ന ചിത്രം. എനിക്ക് പേഴ്സണലി ഒരുപാട് പൃഥ്വിരാജ് ചിത്രങ്ങളൊക്കെ പുറത്തിറങ്ങുന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിലും എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് നിന്ന ചിത്രം അത് സന്തോഷ് ട്രോഫി ആയിരുന്നു. കാരണം ഗുരുവായൂർ അമ്പലനട ഒരു വിപിൻ ദാസ് ചിത്രമല്ലായിരുന്നു, ഒരു പെർഫെക്റ്റ് വിപിൻ ദാസ് ചിത്രമല്ലെന്ന് പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിപിൻ ദാസ് ആണ് ഈ ജയ ജയ ഹേ, വാഴ പോലുള്ള സിനിമകളിലൊക്കെ റൈറ്ററും ഡയറക്ടറും. പുള്ളിയുടെ അതേ ഒരു മൂഡ് നിൽക്കുന്ന പടമല്ലായിരുന്നു ഗുരുവായൂർ അമ്പലനട. പക്ഷേ ജയ ജയ ഹേയും വാഴ പോലുള്ള മൂഡ് നിൽക്കുന്ന ഒരു പടം വരുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു സന്തോഷ് ട്രോഫി. ഏകദേശം 90-100-ലധികത്തോളം പുതുമുഖങ്ങളെയൊക്കെ വെച്ച് പൃഥ്വിരാജിനെ ലീഡിലാക്കി എടുക്കാണ്ടിരുന്ന ഒരു ചിത്രമെന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ പൃഥ്വിരാജ് പിന്മാറിയിരിക്കുകയാണ്. അതിന് കാരണമായി കേൾക്കാൻ സാധിക്കുന്ന ഡേറ്റ് ഇഷ്യൂസ് തന്നെയാണ്. ബട്ട് ഡേറ്റ് ഇഷ്യൂസ് കാരണം ഇതുപോലൊരു കിടിലം പ്രൊജക്റ്റ് വേണ്ടെന്ന് വെക്കേണ്ടായിരുന്നെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പൃഥ്വിരാജ് പിന്മാറിയതോടുകൂടി തന്നെ നിവിൻ പോളിനെ ലീഡിലാക്കി ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫൈനലി ഈ ഒരു ചിത്രത്തിൽ നായകനായിട്ട് ജോമോനെ സജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പുള്ളി ഫൈനലൈസ് ചെയ്തെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. പൃഥ്വിരാജിന് വേണ്ടിയുള്ള ചിത്രമായതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെ രീതിയിലായിരുന്നു ഈ ഒരു ചിത്രത്തിന് സ്ക്രിപ്റ്റ് വർക്കുകളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ജോമോൻ ഈ ഒരു ചിത്രത്തിൽ ഇന്നായതോടുകൂടി തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ സ്റ്റോറി സ്ട്രക്ചറിലുള്ള ചേഞ്ചസ് ഒക്കെയാണ് ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജോമോനായിരിക്കും ഈ ഒരു ചിത്രത്തിൽ ലീഡിൽ വരിക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ പ്രതീക്ഷ തോന്നി. കാരണം ജോമോൻ്റെ ആക്ടിങ് സ്കിൽസ് ഒക്കെ നമ്മൾ പല പടത്തിലും കണ്ടതാണ്. എനിക്ക് പുള്ളിയുടെ ആക്ടിങ് പരിപാടികളൊക്കെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളീനെ പോലെ ഒരു എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടൻ്റ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ലീഡ് ആക്ടറായിട്ട് അഭിനയിക്കാത്ത പുള്ളി വിപിൻ ദാസിനെ പോലെ നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡയറക്ടറും റൈറ്ററും ആയിട്ടുള്ള പുള്ളിയുടെ സിനിമയിൽ ലീഡ് റോളിൽ എത്തുമ്പോൾ ഉള്ള ഒരു പ്രതീക്ഷ വേറെ ലെവലാണ്. കാരണം പുള്ളിയുടെ വാഴയും ജയ ജയ ഹേ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പുതുമുഖത്തെയൊക്കെ വെച്ച് പുള്ളിയുടെ ഒരു കിടിലം ഒരു പ്രൊജക്റ്റ് വരുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള എക്സ്പെക്ടേഷനും പരിപാടികളൊക്കെ തന്നെയുണ്ട്. എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.